ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു അടിപൊളി ടിപ്സാണ് കാണിക്കുന്നത്. ഇത് നിങ്ങൾ കണ്ടുകൊണ്ട് ഇത് വെച്ച് പലതും നിങ്ങൾ കണ്ടിട്ടുണ്ട്, പക്ഷേ ഈ ഒരു ഐഡിയ നിങ്ങൾ ഈ ഒരു ടിപ്സിൽ ഉപയോഗിക്കാൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. ഏത് തരം നൂലുകളാണെങ്കിലും ക്വാളിറ്റി കുറഞ്ഞ നൂലുകളൊക്കെ നമ്മുടെ കയ്യിൽ ഉണ്ടാവാം, പഴകിയത് അതെടുത്തോളൂ. അത് വെച്ച് നമുക്ക് ജസ്റ്റ് നമ്മളുടെ ഒന്നില്ലെങ്കിൽ ബ്ലേഡ് അല്ലെങ്കിൽ എന്തെങ്കിലും സാധനം ഉണ്ടെങ്കിൽ ജസ്റ്റ് സെയിം ഇതിൽ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അടിപൊളി ഐറ്റമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ കട്ട് ചെയ്യുന്നുണ്ട്. തുറന്നു വരുന്നത് കണ്ടോ? അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് ഇതുപോലെ സെൻറ്ററിൽ നിന്ന് കട്ട് ചെയ്ത് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ? നല്ല കോൺട്രാസ്റ്റ് കളറിലൊക്കെ ശരിക്കും ചെയ്യുമ്പോൾ നല്ല രസമുണ്ട് അത് ചെയ്യാനായിട്ട്. പിന്നെ അത് വാഷ് ചെയ്യുമ്പോഴൊന്നും പോകില്ല, അത്രയും സ്ട്രോങ് ആയിട്ട് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ നൂലിൻ്റെ ആ സാധനം അങ്ങ് മാറ്റിക്കളയാം. എന്നിട്ട് നമ്മളുടെ ഇതിനോട് മാച്ച് ചെയ്യുന്ന ത്രെഡ് തന്നെ നമ്മൾ ആദ്യം തന്നെ അത് കട്ട് ചെയ്യുന്നതിന് മുമ്പ് കുറച്ച് നൂലങ്ങ് നാലാക്കി മടക്കിയിട്ട് എടുത്ത് മാറ്റി വയ്ക്കാം. അപ്പോൾ ഈ ചാനൽ അതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. കാരണം എന്താ പറഞ്ഞാൽ അടിപൊളി വീഡിയോസ് വരാനിരിക്കുന്നതേ ഉള്ളൂ. ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ട് വന്ന ബെല്ല് പ്രസ് ചെയ്യാനും മറക്കരുത്. എന്നിട്ട് നമുക്കിതേ നോക്കിക്കോളൂ, കറക്റ്റ് സെൻറ്ററിൽ അടിയിൽ കൂടെ വെച്ചിട്ട് ഒന്ന് നല്ലവണ്ണം വലിച്ചങ്ങ് കെട്ടിക്കോളൂ. ഇപ്പം തന്നെ കുഞ്ഞുങ്ങൾക്ക് ഇത് ചെയ്ത് കൊടുക്കണം. നിങ്ങളുടെ അതുപോലെ തന്നെ ടോപ്പിലും ചെയ്യാം. അത് നമ്മളിപ്പോൾ സ്ലൈഡ് ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ടോപ്പിൽ ചെയ്യാവുന്നതാണ്. നല്ലവണ്ണം മുറുക്കി കൊടുത്തിട്ടുണ്ട്. 2-3 തവണ കറക്റ്റ് സെൻറ്ററിലായിട്ട് തന്നെ മുറുക്കി കൊടുക്കാം. നമ്മളത് മുറുക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ മുറുക്കിയെടുത്ത് കട്ട് ചെയ്യാം. കണ്ടില്ലേ, ഇങ്ങനെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് നമുക്കിത് ഇങ്ങനെ പ്രസ് ചെയ്ത് നടുക്ക് വെച്ചിട്ട് ഇങ്ങനെ പരത്തി കൊടുക്കാം. നൂലിനിങ്ങനെ പരത്തി കൊടുക്കുക. അടിയിലും മേളിലും കൂടിയിട്ട് സെൻറ്ററിൽ വെച്ചിട്ട് ഇങ്ങനെ പരത്തി കറക്റ്റായിട്ട് ഒരു റൗണ്ട് ഷേപ്പിൽ നമ്മൾ എടുക്കുക. സെൻറ്ററിൽ കറക്റ്റായിട്ട് നമ്മൾ ആക്കിയിട്ട് ഒരു ചീപ്പ് എടുത്തിട്ട് ജസ്റ്റ് സൈഡൊക്കെ ആക്കി കഴിയുമ്പോൾ കറക്റ്റായിട്ട് കിട്ടും കേട്ടോ. ഇത്തിരി കൂടിയും കുറഞ്ഞൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല, നമുക്കതൊക്കെ ശരിയാക്കി എടുക്കാം. ഇത് കണ്ടോ, അടുത്തുനിന്ന് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുള്ളൂ. അപ്പോൾ ഇത്തിരി കൂടിയും കുറഞ്ഞൊക്കെ ഉണ്ട്. അപ്പോൾ അത് നമുക്ക് കറക്റ്റായിട്ടൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം ചീപ്പ് വെച്ച് ജസ്റ്റ് ഒന്ന് ആക്കുക, എന്നാലേ ഇത് കറക്റ്റ് ആവുള്ളൂ. അല്ലെങ്കിൽ എന്നുണ്ടെങ്കിൽ ചില ഭാഗത്ത് കട്ടി കൂടിയിട്ടുണ്ടെങ്കിൽ ചില ഭാഗത്ത് കട്ടി കുറവായിരിക്കും, അങ്ങനെയായിരിക്കും. നമുക്ക് സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. കണ്ടോ, ഇപ്പോൾ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു സ്ലൈഡിൽ നമുക്ക് ഒട്ടിക്കാം. അതായത് ഞാനിപ്പോൾ ഇത് ഹെയർ പെന്നിലാണ്, അപ്പോൾ അത് ഗ്ലൂ ഗണ്ണ് വെച്ചിട്ടാണ് ഞാൻ ഒട്ടിക്കുന്നത്. ഇനി അതെല്ലാം നിങ്ങൾ തുണിയിൽ സ്റ്റിക്ക് ചെയ്യുകയാണെങ്കിൽ തുണിയിൽ ജസ്റ്റ് പശ വെച്ച് ഒട്ടിച്ചാൽ മതി. അടിഭാഗം ഇതുപോലെ തന്നെ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു അടിയിൽ സൂചി നൂലും വെച്ചൊന്ന് കൊടുത്താൽ മതി. ഞാൻ ഗ്ലൂ ഗണ്ണ് വെച്ചിട്ടാണ് ഇതിൽ ചെയ്തിരിക്കുന്നത്. ഇത് മാച്ചിങ് നമുക്ക് ഏത് കുട്ടികൾക്ക് മാച്ചിങ് ഉടുപ്പിനനുസരിച്ച് നമുക്ക് സ്ലൈഡ് ചെയ്ത് കൊടുക്കാം. എന്ന് മാത്രമല്ല നമുക്ക് ഇതിനെ ടോപ്പിൻ്റെ ഒരു ഫ്രണ്ട് സൈഡിൽ നമുക്കൊരു സൈഡ് മൊത്തം ഇങ്ങനെ ഡിസൈൻ കൊടുക്കാം. അപ്പോൾ ഞാൻ സെൻറ്ററിൽ ഞാൻ ഇതിങ്ങനെ കൊടുത്ത ശേഷം ഒരു കോൺട്രാസ്റ്റ് കളർ ബട്ടൺസ് വെച്ച് കൊടുക്കുന്നുണ്ട്. കുറച്ചുകൂടി നല്ല ബട്ടൺസ് ആണെങ്കിൽ കുറച്ചുകൂടി നന്നായിരുന്നേനെ. എന്നിട്ട് നമുക്ക് അതിൻ്റെ ചുറ്റും നമുക്കൊന്ന് കറക്റ്റായിട്ടൊന്ന് പൊക്കി നല്ല ഷേപ്പിൽ നിർത്തിക്കാം. അപ്പോൾ നമ്മുടെ ഡ്രസ്സിന് മാച്ചിങ് ആയിട്ടുള്ള നല്ല രസമുണ്ട്. നമുക്ക് തലയിൽ വെക്കുമ്പോൾ നല്ല രസമുണ്ടാവും. ഇത് ചെയ്ത് നോക്കണം. പിന്നെ ഗ്ലൂ ഗൺ ആയതുകൊണ്ട് വിട്ടൊന്നും പോവില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കമൻറ്റ് ചെയ്യണം കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക്